Hello my dear students, welcome back to Xylem Learning. It's me Akshay, your biology faculty. മകളെ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ 7 CBSEയുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ക്യൂരിയോസിറ്റി. സോ അതിലെ ബയോളജിയുടെ ഒരു ചാപ്റ്ററാണ് അഡോളസൻസ്, സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ചേഞ്ചസ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് അഡോളസൻ്റ് പീരീഡിൽ നമുക്ക് വരുന്ന ചേഞ്ചസ്, ഇത് ബോയ്സ് ആയിക്കോട്ടെ ഗേൾസ് ആയിക്കോട്ടെ, അവരുടെ ബോഡിയിൽ പല രീതിയിലുള്ള ചേഞ്ചസ് വരുന്നുണ്ട്. ആ ചേഞ്ചസ് എന്തിനാണ് സംഭവിക്കുന്നത്, ആ ചേഞ്ചസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോ ഫസ്റ്റ് മുതൽ അവസാനം വരെ കാണണം. ഈ വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ കോൺസെപ്റ്റ് നന്നായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ മക്കൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും എന്ത് ചെയ്യും, ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് അവരും വിജയിക്കും. സോ അഡോളസൻസ് എ സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ചേഞ്ച് എന്ന ചാപ്റ്ററിൽ സോ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആദ്യം തന്നെ എന്താണ് അഡോളസൻസ്, എന്താണ് പ്യൂബർട്ടി, ഇത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ജസ്റ്റ് നോക്കാം. അഡോളസൻസ്, പ്യൂബർട്ടി, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പീരീഡാണ്. ഓക്കെ, നമ്മൾ ജനിക്കുന്നു, ജനിച്ചതിന് ശേഷം ഒരു കാലം എത്തുമ്പോൾ നമ്മൾ മരിക്കുന്നു, ശരിയല്ലേ? അപ്പോൾ നമ്മൾ ജനിച്ചത് മുതൽ നമ്മൾ മരിക്കുന്നത് വരെ അതിൻ്റെ ഇടയിലുള്ള സമയമാണ് ലൈഫ് സ്പാൻ, അല്ലേ? നമ്മൾ ലൈഫ് സ്പാൻ എന്ന് പറയും. എ പീരീഡ് ഫ്രം ബർത്ത് ടു നാച്ചുറൽ ഡെത്ത്. നമ്മൾ ജനിച്ച് നമ്മൾ സാധാരണ രീതിയിലുള്ള മരണം, അല്ലാതെ ആക്സിഡൻറ്റ് പറ്റിയുള്ള മരണമോ അപകട മരണമോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ജനിച്ച് നമ്മൾ നാച്ചുറലി ഡൈയാവും, പ്രായമെത്തി പ്രായാധിക്യം മൂലം ഏജ്ഡ് ആയിട്ട് നമ്മൾ മരിച്ചു പോകും. അപ്പോൾ ആ ഒരു പീരീഡിനെയാണ് നമ്മൾ ലൈഫ് സ്പാൻ എന്ന് പറയാം. അപ്പോൾ ഈ ലൈഫ് സ്പാനിൽ നമ്മുടെ ഒരു ജീവിത കാലഘട്ടം, പീരീഡ് ഓഫ് ലൈഫ് വെൻ ബോഡി അണ്ടർഗോ ചേഞ്ചസ്, നമ്മുടെ ബോഡിയിൽ പല രീതിയിലുള്ള ചേഞ്ചസ് വരും. നമുക്കത് കൃത്യമായി ഒബ്സർവ് ചെയ്യാനും സാധിക്കും. നമ്മൾ ചെറിയ കുട്ടിയായിരുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ വളർന്ന് ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിൽ എത്തുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് പ്രത്യേക തരത്തിലുള്ള ചേഞ്ചസുകൾ നമ്മുടെ ബോഡിക്ക് വരുന്നതായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ചേഞ്ചസ് എല്ലാം തന്നെ ലീഡിങ് ടു റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി. റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി കൈവരിക്കുന്നതിന് വേണ്ടി, റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ദ മെച്യൂരിറ്റി ഓഫ് ഓർ കാപ്പബിലിറ്റി ഓഫ് റീപ്രൊഡക്ഷൻ. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ കാപ്പബിലിറ്റി ഓഫ് റീപ്രൊഡക്ഷൻ ആണ് ആ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു ആൺകുട്ടിക്ക് അച്ഛനാവാനുള്ള കഴിവ് ലഭ്യമാവുന്നു, ഒരു പെൺകുട്ടിക്ക് അമ്മയാവാനുള്ള കഴിവ് ലഭ്യമാവുന്നു. സോ അതിനെയാണ് റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി എന്ന് പറയുക. സോ ഒരു ആൺകുട്ടി ഫിസിക്കലി ഒരു അച്ഛനാവാൻ തയ്യാറാവണമെങ്കിൽ ആ ആൺകുട്ടിയുടെ ശരീരത്തിൽ സംഭവിക്കേണ്ട പല മാറ്റങ്ങളുണ്ട്. സിമിലർ വേ ഒരു പെൺകുട്ടി, ഒരു ഗേളിന് മദർ ആവണമെങ്കിൽ അതിന് മുന്നോടിയായിട്ട് ഗേളിൻ്റെ ബോഡിയിൽ സംഭവിക്കേണ്ട കുറേ ചേഞ്ചസ് ഉണ്ട്. ഈ ചേഞ്ചസ് ഒക്കെ തന്നെ സംഭവിക്കുന്ന പീരീഡാണ് അഡോളസൻസ്. അഡോളസൻസിൽ എത്തുന്ന സമയത്ത് നമുക്ക് റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി കൈവരിക്കാൻ, അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അഡോളസൻസ് ബിഗിൻസ് അറൌണ്ട് ഏജ് ഓഫ് 11 ആൻഡ് ലാസ്റ്റ് അപ് ടു 18 ഓർ 19 ഇയേഴ്സ് ഓഫ് ഏജ്. സാധാരണഗതിയിൽ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു 11 വയസ്സ് ആവുന്ന സമയത്ത് ഇത് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 18-19 വയസ്സിലേക്ക് ഈ അഡോളസൻ പീരീഡ് എന്ത് ചെയ്യുന്നു, ലാസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ അഡോളസൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് കവേഴ്സ് ഓൾ ദ ടീൻസ്, അല്ലേ? 11, 12, 13, 14, 15, 16, 17, 18 ആൻഡ് 19 ടീൻ, അല്ലേ? അതുകൊണ്ട് ഇവരെ നമ്മൾ ടീനേജേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. അഡോളസൻസ് ആർ കോൾഡ് ആസ് ടീനേജേഴ്സ് എന്ന് വിളിക്കും. ആസ് ദിസ് പീരീഡ് കവേഴ്സ് ദ ടീൻസ്, കണ്ടോ, 13 മുതൽ 19 വരെ ഇതിൻ്റെ ഇടയിൽ വരുന്നത് കൊണ്ട് ടീനേജേഴ്സ് എന്ന് വിളിക്കാം. ഫോർ ഫീമെയിൽസ്, പെൺകുട്ടികളുടെ കാര്യത്തിൽ ഫോർ ഫീമെയിൽസ് അഡോളസൻസ് ബിഗിൻസ് എ ഇയർ ഓർ 2 earlier ദാൻ ബോയ്സ്. ബോയ്സിനേക്കാൾ 2 വർഷം മുന്നേ തന്നെ ഗേൾസിന് അഡോളസൻസിൽ റിപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ അഡോളസൻ പീരീഡ് അല്ലെങ്കിൽ അഡോളസൻസ് ബോയ്സിനേക്കാൾ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം മുന്നേ തന്നെ ഗേൾസിന് എന്ത് ചെയ്യും, അക്വയർ ചെയ്യാൻ സാധിക്കുന്നു. സെയിം ഏജിലുള്ള ഗേൾസ് കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ മെച്യൂറേഷനിലേക്ക് വരുന്നു.
ദ പീരീഡ് ഓഫ് അഡോളസൻസ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഈ അഡോളസൻസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, ഈ അഡോളസെന്റ് പീരീഡിന്റെ ആ ഒരു ഡ്യൂറേഷൻ, ആ ഏജ് ലിമിറ്റ് ഒക്കെ ഇറ്റ് വിൽ ബി ഡിഫറൻറ്റ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ആൾക്കാർ മാറുന്നതനുസരിച്ച് ആൾക്കാരുടെ ജെനറ്റിക്സ്, ആൾക്കാരുടെ ഫുഡ് ഹാബിറ്റ്സ്, അവർ ജീവിക്കുന്ന സാഹചര്യം, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട്, എല്ലാവരും ഒരുപോലെ അല്ലല്ലോ, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഈ പീരീഡിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ, ചെറിയ രീതിയിലുള്ള വേരിയേഷൻസ് സംഭവിക്കാറുണ്ട്. ഓക്കെ. പ്യൂബർട്ടി. ഡ്യൂറിങ് അഡോളസൻസ് ഹ്യൂമൻ ബോഡി എക്സ്പീരിയൻസസ് ന്യൂമറസ് ട്രാൻസ്ഫോർമേഷൻ. ഒരുപാട് മാറ്റങ്ങൾ ഹ്യൂമൻ ബോഡിയിൽ ഈ പ്യൂബർട്ടി പീരീഡിൽ അല്ലെങ്കിൽ അഡോളസൻസ് പീരീഡിൽ സംഭവിക്കുന്നുണ്ട്. സിഗ്നിഫൈയിങ് ദ ബിഗിനിങ് ഓഫ് പ്യൂബർട്ടി. പ്യൂബർട്ടി പ്രായപൂർത്തിയാവുന്ന സാഹചര്യം എത്തുന്നു. ദ പ്രൈമറി, പ്രധാനപ്പെട്ടതാണ് പ്രൈമറി, ദ പ്രൈമറി ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഡ്യൂറിങ് ദിസ് ഫേസ് ഈസ് ഡെവലപ്മെന്റ് ഓഫ് റീപ്രൊഡക്റ്റീവ് ക്യാപ്പബിലിറ്റി ഇൻ ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് റീപ്രൊഡക്റ്റീവ് ക്യാപ്പബിലിറ്റി, സെക്ഷൽ മെച്യൂരിറ്റി, റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നുണ്ട്. ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും അവർ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നുണ്ട്. പ്യൂബർട്ടി കൺക്ലൂഡ്സ് വൺസ് ആൻ അഡോളസെന്റ് അറ്റൈൻ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി. പൂർണ്ണമായും റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ അഡോളസൻസ് എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി ഫീമെയിൽസിലും മെയിൽസിലും ഉണ്ടാവുന്ന കുറച്ച് ചേഞ്ചസ് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്നാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നോരോന്നിലേക്ക് പോകാം. ഫസ്റ്റ്, ഇൻക്രീസ് ഇൻ ഹൈറ്റ്. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യും. അഡോളസൻസ് പീരീഡിൽ ബോയ്സ് ആയാലും ഗേൾസ് ആയാലും അവരുടെ ബോൺസ് ലെങ്തൻ ചെയ്യും. അവരുടെ കയ്യിലെയും കാലിലെയും ബോൺസിന് നീളം വെക്കും. അങ്ങനെ ബോൺസിന്, കയ്യിലെയും കാലിലെയും ബോൺസിന് നീളം വെക്കുമ്പോൾ സ്വാഭാവികമായും പേഴ്സന്റെ ഹൈറ്റും ഇൻക്രീസ് ചെയ്യും. ദർ ഈസ് സഡൻ ഇൻക്രീസ് ഇൻ ഹൈറ്റ് ഓഫ് എ പേഴ്സൺ ഡ്യൂറിങ് പ്യൂബർട്ടി. അല്ലേ, ഒരു പ്യൂബർട്ടി പീരീഡിലേക്ക് എത്തുമ്പോൾ, പ്രായപൂർത്തിയാകുമ്പോൾ വളരെ പെട്ടെന്നുള്ളൊരു ഹൈറ്റ് വർധനവ്, ഒരു ഇൻക്രീസ് ഇൻ ഹൈറ്റ്, നമ്മുടെ ഹൈറ്റ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാണത്? ഡ്യൂ ടു ഇലോങ്ങേഷൻ ഓഫ് ദ ബോൺസ് ഓഫ് ആംസ് ആൻഡ് ലെഗ്. കയ്യിലെയും കാലിലെയും ബോൺസ് ഇലോങ്ങേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കുട്ടികളെ ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വർദ്ധിക്കുന്നത്. പിന്നെന്താ പറയുന്നത്? ഈവൺ ദോ ഹൈറ്റ് ഓഫ് എ പേഴ്സൺ ഡിപ്പെൻഡ്സ് ഓൺ ഇൻഹെറിറ്റഡ് ജീൻ, ഈറ്റിംഗ് ഹാബിറ്റ് ആൻഡ് എക്സർസൈസ് ഡ്യൂറിങ് അഡോളസൻസ് ഓൾസോ ഡിസൈഡ്. അതായത് സാധാരണ രീതിയിൽ ഹൈറ്റ് എന്ന് പറയുന്നത് പ്യുവർലി എന്താണ്, നമ്മൾ ജെനറ്റിക്കൽ ആണെന്ന് പറയാം. അച്ഛനമ്മയ്ക്ക് നല്ല ഹൈറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഹൈറ്റ് വെക്കും, അല്ല ആ രീതിയിൽ നമുക്ക് പറയാം ഇൻഹെറിറ്റഡ് ആണെന്ന് പറയാം. പക്ഷേ ഇൻഹെറിറ്റഡ് ആണെന്ന് പറയുമ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കണം, പ്രോട്ടീൻ റിച്ച് ആയ ഫുഡ് നമ്മൾ കഴിക്കണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതുപോലെ തന്നെ നമ്മളുടെ വ്യായാമം, എക്സർസൈസ്, ഇതൊക്കെ നമ്മുടെ ഹൈറ്റിനെ തീരുമാനിക്കും. അപ്പോൾ നല്ല രീതിയിൽ നല്ല ഭക്ഷണം കഴിക്കണം, നല്ല രീതിയിൽ വ്യായാമം ചെയ്യുന്നതൊക്കെ നമ്മുടെ ഹൈറ്റ് വർദ്ധിപ്പിക്കാൻ കാരണമാകും. ഇനിഷ്യലി, തുടക്കത്തിൽ ഗേൾസ് ഗ്രോ ഫാസ്റ്റർ ദാൻ ബോയ്സ്. തുടക്കത്തിൽ ആരാ പെട്ടെന്ന് വളരുക? ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള ഗേൾസ് ആയിരിക്കും പെട്ടെന്ന് ഹൈറ്റ് വെക്കുക. ബോത്ത് റീച്ച് മാക്സിമം ഹൈറ്റ് ബൈ ദ ഏജ് ഓഫ് അബൌട്ട് 18 years. ഒരു 18 വയസ്സൊക്കെ ആകുമ്പോൾ രണ്ടുപേരും എന്ത് ചെയ്യും? മാക്സിമം ഹൈറ്റിലേക്ക് എത്തും. തുടക്കത്തിൽ ഗേൾസ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? ബോയ്സിനേക്കാൾ പെട്ടെന്ന് നീളം വെക്കുന്നുണ്ടാവുക. പക്ഷെ 18 വയസ്സൊക്കെ ആകുമ്പോൾ രണ്ടാളും അവരുടെ മാക്സിമം ഹൈറ്റ് എത്രയാണോ അതിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇനി മറ്റൊരു ചേഞ്ച് ഇൻ ബോഡി ഷേപ്പാണ്. ഇൻ ബോയ്സ് ഷോൾഡർ എന്തായിരിക്കും? ബ്രോഡൺ ആയിരിക്കും. ബോയ്സിന്റെ കേസിൽ അവരുടെ ഷോൾഡർ കുറച്ചുകൂടി വീതി കൂടി ബ്രോഡൺ ആയിട്ടുള്ള ഷോൾഡർ ആയിരിക്കും ഉണ്ടാവുക, കുറച്ചുകൂടി മസ്കുലർ ആയിരിക്കും. മസിൽസ് ഓഫ് ദ ബോഡി ഗ്രോ മോർ പ്രോമിനന്റ്ലി ദാൻ ഇൻ ഗേൾസ്. ബോയ്സില് മസ്കുലാർ ഗ്രോത്ത് കുറച്ചുകൂടി പ്രോമിനന്റ് ആയിരിക്കും, കുറച്ചുകൂടി എന്താ പറയുക ഡൊമിനേറ്റ് ചെയ്ത് കുറച്ചുകൂടി കൂടുതൽ മസ്കുലാർ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ടാവുക ബോയ്സിലാണ്. ഇനി ഗേൾസിലേക്ക് വരുമ്പോൾ, ഫോർ ഗേൾസ് ദർ ഈസ് വൈഡനിങ് ഓഫ് ദ റീജിയൻ ബിലോ ദ വേസ്റ്റ്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അരക്കെട്ട്, നമ്മളെ ഹിപ്പ് റീജിയൻ. അരക്കെട്ട് ഭാഗത്ത്, ഗേൾസിന് അരക്കെട്ട് ഭാഗത്ത് എന്തുണ്ടാവും? വൈഡനിങ് ഉണ്ടാവും. ഓക്കെ. ആൻഡ് ലെസ് ഗ്രോത്ത് ഓഫ് മസിൽ. അവരുടെ മസിൽ ഗ്രോത്ത് എന്തായിരിക്കും? കുറവായിരിക്കും. മസിൽ ഇല്ല എന്നല്ല, മസിലുണ്ട്, മസിൽ ഗ്രോത്ത് കുറവായിരിക്കും. ബിക്കോസ് അവർക്ക് മസിലിന്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷനൊക്കെ കുറവായിരിക്കും. പക്ഷേ ജെൻസിന്റെ കേസ് അല്ലെങ്കിൽ ബോയ്സിന്റെ കേസ്, ജെൻസ് അല്ല ബോയ്സിന്റെ കേസിൽ മസിൽസ് പ്രോമിനന്റ് ആയിട്ട് എന്ത് ചെയ്യും? കാണുന്നു കമ്പയർ ടു ഗേൾസ്.
മറ്റൊരു മാറ്റം വോയിസ് ചേഞ്ച് ആണ്. ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാകാവുന്ന കാര്യമാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഡ്യൂറിങ് പ്യൂബർട്ടി പീരീഡ് ഇറ്റ് ഈസ് ബീങ് നോട്ടീസ്ഡ് ദാറ്റ് വോയിസ് ഓഫ് ബോയ്സ് സ്റ്റാർട്ട് ക്രക്കിംഗ്. ഈ സൗണ്ട് ബോക്സ്, നമുക്കൊരു സൗണ്ട് ബോക്സ് ഉണ്ട്, ഒരു വോയിസ് ബോക്സ്, ലാരിങ്സ് എന്ന് പറയും. ഇത് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് സൗണ്ട് കിട്ടുക. അപ്പോൾ ഇത് വലുതാവുമ്പോൾ വൈബ്രേഷനിൽ ഉണ്ടാകുന്ന മാറ്റമുണ്ട്. അപ്പോൾ അത് നമുക്ക് സൗണ്ടിലും വ്യത്യസ്തമാകും. അപ്പോൾ നമ്മൾ ശബ്ദത്തിൽ എന്താ പറയുക, കുറച്ചുകൂടി ഗാംഭീര്യമുള്ള പിച്ച് കുറഞ്ഞ ഒരു ശബ്ദം, പിച്ച് കുറഞ്ഞതാണ്, സൗണ്ട് ഡെവലപ്പ് ക്രാക്ക് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ദർ വോയിസ് ബോക്സ് ഓർ ലാരിങ് സ്റ്റാർട്ട്സ് ടു ഗ്രോ. ഇത് നമുക്ക് ആഡംസ് ആപ്പിൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ? ആഡംസ് ആപ്പിൾ ഇവിടെ നമ്മൾ പ്രൊട്രൂഡ് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. ദ ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് വോയിസ് ബോക്സ്, നമ്മുടെ ലാരിങ്സ് അഥവാ വോയിസ് ബോക്സിന്റെ സൈസ് വോയിസിൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ആൻഡ് സീൻ ആസ് പ്രൊമിനന്റ് പ്രൊട്രൂഷൻ ഇൻ ദ നെക്ക്, നെക്കിലെ ഒരു മുഴ പോലെ ചെറിയൊരു പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് പോലെ കാണും. ആ പ്രൊട്രൂഷൻ, ആ തള്ളി നിൽക്കുന്ന ഭാഗത്തെ ആദംസ് ആപ്പിൾ എന്ന് നമ്മൾ പറയാറുണ്ട്. ആദംസ് ആപ്പിൾ, ആദമിന്റെ ആപ്പിൾ, ആദംസ് ആപ്പിൾ എന്ന് നമ്മൾ പറയും. ഇനി ഗേൾസിന്റെ കേസിൽ, ഇൻ ഗേൾസ് ദ ലാരിങ്സ് ഈസ് ഹാർഡ്ലി വിസിബിൾ ഫ്രം ഔട്ട്സൈഡ്. ഗേൾസിന് ഈ ലാറിങ്സ്, ഈ ആദംസ് ആപ്പിൾ നമുക്കിങ്ങനെ കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സൈസ് വളരെ ചെറുതാണ്. ബിക്കോസ് ഓഫ് ഇറ്റ് സ്മോൾ സൈസ്, അതിന്റെ സൈസ് വളരെ ചെറുതാണ്. ജനറലി ഗേൾസ് ഹാവ് ഹൈ പിച്ച്ഡ് വോയിസ്, ചെവി തുളച്ചു കയറുന്ന രീതിയിലുള്ള ശബ്ദം. വെയർ ബോയ്സ് ഹാവ് ഡീപ്പ് വോയിസ്, പിച്ച് കുറഞ്ഞ ശബ്ദം. ഇൻ അഡോളസെന്റ് ബോയ്സ് സംടൈം മസിൽ ഓഫ് ദ ഗ്രോയിങ് വോയിസ് ബോക്സ് ഔട്ട് ഓഫ് കൺട്രോൾ. ചില സമയത്ത് ഈ ഇവിടെ വളരെയല്ലേ ലാരിങ്സ് വളരുന്ന സമയത്ത് സാഹചര്യത്തിൽ അഡോളസെന്റ് പീരീഡിൽ ചിലപ്പോൾ എന്ത് സംഭവിക്കും? ഈ മസിൽസ് എന്ത് ചെയ്യും? കൺട്രോളിലല്ലാതെ വരും. ദെൻ വോയിസ് ബിക്കം ഹോഴ്സ്, അപ്പോൾ കുറച്ച് എന്തായിരിക്കും? ബുദ്ധിമുട്ടായിരിക്കും, ശബ്ദത്തിലൊക്കെ വെള്ളി വീഴുന്ന പോലെയൊക്കെ ഉണ്ടാവും. ദി സ്റ്റേറ്റ് മേ റിമെയിൻ ഫോർ എ ഫ്യൂ ഡേയ്സ് ഓർ വീക്ക് ആഫ്റ്റർ വിച്ച് വോയിസ് ബിക്കം. കുറച്ച് ആഴ്ചയിലേക്ക് ഈ പ്രശ്നം അനുഭവപ്പെടും. കുറച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി എന്താവും? നോർമലായി മാറും. ഇനി ടീനേജേഴ്സ് അല്ലെങ്കിൽ ഈ അഡോളസെന്റ് പീരീഡിലുള്ള കുട്ടികൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നം അല്ലെങ്കിൽ മറ്റൊരു ബോഡി ഫീച്ചറാണ് ഇൻക്രീസ്ഡ് ആക്ടിവിറ്റി ഓഫ് സ്വെറ്റ് ആൻഡ് സെബേഷ്യസ് ഗ്ലാൻഡ്. നന്നായി വിയർപ്പ് ഗ്രന്ഥികൾ, നന്നായി വിയർക്കും. നമ്മൾ ഈ ടീനേജ് കാലഘട്ടത്തിൽ നന്നായി വിയർക്കും. ബോഡി സ്മെല്ലും കാര്യങ്ങൾ, ബോഡി ഓഡേഴ്സ് ഒക്കെ ഉണ്ടാവും. നന്നായിട്ട് നമ്മൾ വിയർക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഓയിലി ആയിരിക്കും. അതിന്റെ കാരണം സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് നമ്മുടെ സ്കിന്നിലുണ്ട്. സെബേഷ്യസ് ഗ്ലാൻഡ്. ഈ സെബേഷ്യസ് ഗ്ലാൻഡ് സെബം എന്ന് പറയുന്ന ഓയിലി സെക്രീഷൻ ഉണ്ടാകും. അത് സ്കിന്നിന്റെ സർഫസിൽ വന്ന് നമ്മുടെ സ്കിന്നെ ഓയിലി ആൻഡ് വാട്ടർ പ്രൂഫ് ആക്കി മാറ്റുന്നുണ്ട്. ജേംസിന്റെ എൻട്രി ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നതിനൊക്കെ വളരെ സഹായകരമാണ്. സോ സ്വെറ്റും അതുപോലെ തന്നെ സെബേഷ്യസ് ഗ്ലാൻഡും അതിന്റെ ആക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കും. സ്വെറ്റ് ഗ്ലാൻഡ് സെക്രീറ്റ് സ്വെറ്റ്, സെബേഷ്യസ് ഗ്ലാൻഡ് സെക്രീറ്റ് സീബം ഓർ സെബം. ഡ്യൂറിംഗ് പ്യൂബർട്ടി there is an increase in secretion of sweat gland and sebaceous gland which may lead to അത് ശ്രദ്ധിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന സെബേഷ്യസ് ഗ്ലാൻഡ് സെബം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ സീബം ഉണ്ടാക്കുന്നു ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ പിമ്പിൾസ് ജനറേറ്റ് ചെയ്യും. ബാക്ടീരിയകളൊക്കെ വന്ന് അതിൽ ന്യൂട്രീഷൻ എടുക്കുന്ന സാഹചര്യത്തിൽ പിമ്പിൾസ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഓയിലി ആകുമ്പോൾ കൂടുതൽ പിമ്പിൾ സ്കിൻ ആക്നെയും പിമ്പിൾസും ഒക്കെ വരാൻ സാധ്യത കൂടുതലായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ. ദെൻ ഡെവലപ്മെന്റ് ഓഫ് സെക്സ് ഓർഗൻസ് നന്നായി ഡെവലപ്പ് ചെയ്ത് വരും. അറ്റ് പ്യൂബർട്ടി മെയിൽ സെക്സ് ഓർഗൻസ് ലൈക്ക് ടെസ്റ്റിസ്, പീനസ്, അത് നമ്മുടെ പെനിസ് അല്ലെങ്കിൽ പീനസ്, അതുപോലെ തന്നെ ടെസ്റ്റിസ്, ഇതൊക്കെ എന്ത് ചെയ്യും? എൻലാർജ് ചെയ്യാൻ തുടങ്ങും. ഇതാണ് പീനസ്, ഇതാണ് ടെസ്റ്റിസ്. ഇതൊക്കെ നല്ല രീതിയിൽ എൻലാർജ് ചെയ്ത് സ്പേം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. സ്പേം എന്ന് പറയുന്നത് മെയിൽ ഗാമീറ്റ് ആണ്. മെയിൽ ഗാമീറ്റായ സ്പേം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഗേൾസിലാണെങ്കിൽ അവരുടെ ഓവറി എൻലാർജ് ചെയ്യും, ഓവം റിലീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, അവരുടെ ഓവം എന്ന് പറയുന്നത് ഫീമെയിൽ ഗാമീറ്റ് ആണ്. ഫീമെയിൽ ഗാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായും ഒരു അഡോളസെന്റ് പീരീഡിൽ എത്തുന്ന സാഹചര്യത്തിൽ ഒരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർക്കുണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് റീച്ചിങ് മെന്റൽ, ഇന്റലക്ച്വൽ, ഇമോഷണൽ മെച്യൂരിറ്റി. ഈ റിപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റിക്ക് പകരം പുറമെ റിപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി ഉണ്ട്. അത് കൂടാതെ മെന്റൽ, ഇന്റലക്ച്വൽ, ഇമോഷണൽ മെച്യൂരിറ്റി കൂടി വരുന്നു. അഡോളസെന്റ്സ് ആർ മോർ ഇൻഡിപെൻഡന്റ്. അഡോളസെന്റിൽ നിൽക്കുന്ന ആൾക്കാർ കൂടുതൽ ഇൻഡിപെൻഡന്റ്, സ്വന്തം കാര്യം നോക്കാൻ അവർക്കാവും. അതുവരെ പാരന്റ്സ് നോക്കി നടന്ന കാര്യങ്ങളെല്ലാം ഇനി സ്വന്തം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്ന കാലമാണ്. സെൽഫ് കോൺഷ്യസ് ദാൻ എർലിയർ. സ്വന്തം കാര്യങ്ങൾ നോക്കാനും ബുദ്ധിപരമായി കാര്യങ്ങൾ എടുക്കാനും ഒക്കെ അവർ തീരുമാനിച്ചിട്ടുണ്ടാവും. ദേ ടെൻഡ് ടു തിങ്ക് മോർ. കൂടുതൽ ചിന്തിക്കും, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സമയമാണ്. ഫീലിംഗ് ഇൻസെക്യൂർ വെൻ വൈൽ ട്രൈങ് ടു അഡ്ജസ്റ്റ് ദ ചേഞ്ച് ഇൻ മൈൻഡ് ആൻഡ് ബോഡി ഈസ് പ്രോമിനന്റ്. ചില സമയത്ത് ഇൻസെക്യൂർഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ ടീനേജ് അല്ലെങ്കിൽ അഡോളസെന്റ് പീരീഡിലുള്ള ആളുകൾ അവർ നമുക്ക് കുട്ടികളായിട്ട്, സമൂഹം അവരെ കുട്ടികളായിട്ടും കണക്കാക്കൂല,
എന്നാൽ മുതിർന്നവരായി കണക്കാകുമോ? അങ്ങനെയുമില്ല അല്ലേ. നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴും നീ ചെറിയ കുട്ടിയാണെന്നാ നിന്റെ വിചാരം എന്ന് ചോദിക്കും. അഡോളസെന്റ് പീരീഡ്, ടീനേജിലുള്ള കുട്ടികളുടെ പറയുന്നത്. ഇപ്പോഴും ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, വലുതായില്ലേ എന്ന് ചോദിക്കും. എന്നാൽ വലിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ നീ എന്തിനാ വലിയ വായിൽ വർത്താനം പറയുന്നത്, നീ അത്രക്കൊന്നും ആയിട്ടില്ലല്ലോ, മുട്ടയെന്ന് വിരിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, ചോദിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്യേണ്ട ഒരു ടൈമാണ്. ഡ്യൂറിങ് അഡോളസെൻസ് എ പേഴ്സൺസ് ബ്രെയിൻ ഹാസ് ഗ്രേറ്റസ്റ്റ് കപ്പാസിറ്റി ഓഫ് ലേണിംഗ്. ഒരുപാട് ലേണിംഗ് എബിലിറ്റി, നന്നായിട്ട് സബ്ജക്റ്റും എല്ലാ കാര്യങ്ങളും പുറത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പഠിച്ച് മനസ്സിലാക്കാൻ പറ്റിയ സമയമാണ്. അപ്പോൾ നല്ല കാര്യങ്ങൾ പഠിക്കാം, മോശം കാര്യങ്ങളും പഠിക്കാം. അപ്പോൾ എപ്പോഴും നല്ല കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യണം, നമ്മുടെ ബ്രെയിനിനെ യൂസ് ചെയ്യണം. ഇത്രയുമാണ് എനിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് അഡോളസെൻസ് എന്താണ്, പ്യൂബർട്ടി എന്താണ്, എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒരു 15-17 മിനിറ്റിൻ്റെ ക്ലാസ് നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ ആൻഡ് സ്റ്റേ സേഫ്. ബൈ.